ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് മോളുടെ ലഞ്ച് ബോക്സിനും അതേപോലെ സ്നാക്സ് ബോക്സിനും എന്തൊക്കെയാണ് കൊടുത്തുവിട്ടേ നോക്കിയാലോ. അപ്പോൾ ഇന്ന് സ്നാക്കായിട്ട് ഞാൻ കൊടുത്തു വിട്ടേക്കുന്നത് നമ്മുടെ കൊഴുക്കട്ടയാണ്. ശർക്കരയും തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കൊഴുക്കട്ടയായിരുന്നു കേട്ടോ. പിന്നെ ലഞ്ചിന് ഞാൻ കൊടുത്തു വിട്ടേക്കുന്നത് മിക്സ്ഡ് വെജിറ്റബിൾ റൈസ് ആണ്. അവർക്ക് ഇഷ്ടമുള്ള എല്ലാ വെജീസും ചേർത്തിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് കൂടി നോക്കിയാലോ. ഞാൻ ആദ്യം തന്നെ പാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ എണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബീൻസും ക്യാരറ്റും ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. ഇതിന് വേവുള്ളതുകൊണ്ടാണ് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇനി ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് ക്യാബേജ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിനോട് ഇനി ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട എൻ്റെ പ്ലാനിൽ ഇല്ലാത്തൊരു സംഭവം, പക്ഷേ മോള് പറഞ്ഞാൽ അവൾക്ക് വേണമെന്ന്, അതുകൊണ്ട് ഒരു മുട്ട ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി അത് കഴിഞ്ഞിട്ട് വേവിച്ചേക്കുന്ന ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസി റൈസ് റെഡിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കും.